വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1920കളുടെ തുടക്കം മുതൽ തന്നെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പലവട്ടം ശ്രമിച്ച ബ്രിട്ടീഷ് പർവ്വതാരോഹകനാണ് ജോർജ് മല്ലോറി. ഓരോ വട്ടവും പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും വീണ്ടും അപകടകരമായ ആ ദൗത്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എവറസ്റ്റ് കീഴടക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ജോർജ് മല്ലോർ നൽകിയ ഉത്തരം ലോക പ്രശസ്തമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ. കാരണം അത് ഇപ്പോഴും അവിടെയുണ്ട് എന്നുള്ളതായിരുന്നു. 1924 എവറസ്റ്റിൽ മല്ലോറി അപ്രത്യക്ഷനായി. മരണത്തിന് മുൻപ് അദ്ദേഹം എപ്പോഴെങ്കിലും മുകളിൽ എത്തിയോ എന്ന് ആർക്കും ഇനിയും അറിയില്ല. പക്ഷേ ഒരു ലക്ഷ്യത്തിനായി നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ ആ മറുപടി നമുക്ക് ഏവർക്കും പ്രചോദനമാണല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ. IPL ഫൈനലിൽ വിജയിയായി വിരാട് കോഹ്ലി ആ കപ്പ് കയ്യിലെന്തുമ്പോൾ അദ്ദേഹത്തിന്റെ 18 വർഷത്തെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും മുകളിൽ വയ്ക്കാനുള്ളത് ജോർജ് മല്ലോറിയുടെ അതേ മറുപടി തന്നെയായിരിക്കും. കാരണം അത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് എന്നുള്ളത്. 17 വട്ടം പരാജയപ്പെടുത്തിയ ഇടത്തു നിന്നുമാണ് ഇന്ന് വിജയിച്ചവനായി വിരാട് കോഹ്ലിയും വിരാടിന്റെ ബംഗളൂരും ആരാധകരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുന്നത്. തോൽവി എന്ന വാക്കിനെ കഠിനാധ്വാനം എന്ന വാക്കുകൊണ്ട് തിരുത്തി എഴുതുകയായിരുന്നു ആ ക്രിക്കറ്റ് കളിക്കാരൻ, നമ്മുടെ വിരാട് കോഹ്ലി. ഈ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്, നമ്മൾക്ക് പരാജയപ്പെടുന്നവരായിരിക്കും അല്ലേ, പല വട്ടങ്ങളിൽ പല കാര്യങ്ങളിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ ആ പരാജയങ്ങളെയൊക്കെ പരിശ്രമങ്ങളാക്കി മാറ്റിയ മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണിന്റെ വാക്കുകൾ നമുക്ക് ഏവർക്കും പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 8 തവണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട, 2 തവണ ബിസിനസ് തകർന്ന, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം പലവട്ടം ജീവിതത്തിൽ വെല്ലുവിളി നേരിട്ട ആ ലിങ്കൺ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം, അതിനുള്ള പരിശ്രമമാണ് ഊർജം. കാരണം വിജയം അത് എപ്പോഴും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്.